മുകൾ ഭാഗത്തേക്ക് കാണാം. അതായത് ഈ തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട റോഡിൽ നിന്ന് ഏകദേശം 700 മീറ്ററോളം ദൂരത്തിൽ മണ്ണ് സൈഡിൽ തട്ടായി മാറ്റി അവിടെ നിന്ന് ഒരു വേദനിപ്പിക്കുന്ന ഒരു ദൃശ്യം നമുക്ക് കാണാം. അവിടെ ഒരു ചുവന്ന ഉടുപ്പിട്ട ഒരാളെ കൊണ്ടുവരുന്നുണ്ട്. അത് ഒരു കുഞ്ഞായിരിക്കരുത് എന്നാണ് നമ്മൾ ഒരു കുട്ടിയാണെന്നാണ് തോന്നുന്നത്. അവിടെ നേരത്തെ ഈ ദിലീപ് ബിൽഡിംഗ് തൊഴിലാളികൾ അടക്കമുള്ള ആളുകളെ അവിടെ നിന്ന് ലേബർ ഷെഡിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് കാണാം ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കമുള്ള ആളുകളാണ് ഇവിടെ ഇതിന്റെ നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് വന്നിരുന്നത്. അവരൊക്കെ തന്നെ ആ ഭാഗത്തു നിന്ന് രക്ഷാപ്രവർത്തകർ വടം കെട്ടി അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതിന് തൊട്ട് പിൻഭാഗത്തായി ഹിറ്റാച്ചിയിൽ നിന്ന് മണ്ണ് ഫയർഫോഴ്സ് ജീവനക്കാർ മാറ്റുന്നത് കാണാം. എത്രത്തോളം ഉയരത്തിലാണ് മണ്ണ് പതിച്ചതെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണുമ്പോൾ അവിടെ പെട്ടുപോയിരിക്കുന്ന തൊഴിലാളികളെ പുറത്തെത്തിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. ദീപക് അതിൽ കൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. ദീപക്, ഇപ്പോൾ അവിടെ അവിടെ കുടുങ്ങിക്കിടക്കുന്ന തൊഴിലാളികളെ പുറത്തെത്തിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അതിൽ കുടുംബങ്ങളായി എത്തി അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണെന്ന് വേണം മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരു കുട്ടിയെ അടക്കം കൊണ്ടുപോകുന്ന കാണുന്നുണ്ടായിരുന്നു. കൊച്ചുകുട്ടികളെയൊക്കെ അവിടെ നിന്നും രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവിടെ പെട്ടുപോയവരാണ്. മേപ്പാടിയിൽ മണ്ണിടിച്ചിലുണ്ടായ ഇടത്ത് നിന്ന് ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ആ തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരികയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ കുട്ടികളടക്കമുള്ള ആളുകളുണ്ടായിരുന്നു. അവരെയൊക്കെ രക്ഷിച്ചു കൊണ്ടുവരുന്നു എന്നാണ് നിലവിൽ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. മണ്ണ് ഇടിഞ്ഞ് ആ ആളുകൾ താമസിക്കുന്ന ഇടത്തേക്കൊക്കെ വന്ന് വീഴുകയായിരുന്നു. എത്ര കനത്തിലാണ് ആ മണ്ണ് വന്ന് വീണത് എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യമാണ്. സ്ത്രീകളെ കൂടി അവിടെ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. ആളുകളെ രക്ഷപ്പെടുത്തുന്നവർ അവിടെ പേടിച്ചിരിക്കുന്ന ആളുകളായിരുന്നു. അവരെ എന്തായാലും പുറത്തേക്ക് എത്തിക്കുന്നു. അവർക്ക് പരിക്കുകളൊന്നുമില്ല. ആശങ്കയുടെ മണിക്കൂറുകളാണ് കടന്നുപോയതെന്നുള്ളതാണ്. മഴക്കാലത്ത് ഈ നിർമ്മാണ പ്രവൃത്തി തന്നെ നിർത്തിവെക്കണമെന്ന കർശന നിർദ്ദേശം കൊടുത്തിരുന്നു എന്നാണ് മന്ത്രി ടി സിദ്ദിഖ് പറയുന്നത്. അപ്പോൾ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല. ഇന്നലെ മഴയത്ത് നിർത്തിവെച്ചു എന്ന് പറയുമ്പോഴും മഴ സമയത്ത് മുഴുവൻ ആ പണി നടന്നിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രമല്ല ഈ മണ്ണ് ഇട്ടതടക്കമുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് എന്ന് മന്ത്രി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 2 ദിവസത്തിനുള്ളിൽ വയനാട്ടിൽ ആ പ്രദേശത്ത് കനത്ത മഴയാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 255 mm മഴയുണ്ടായി 2 ദിവസത്തിനുള്ളിൽ എന്നുകൂടിയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കനത്ത മഴയാണ്. ഇന്നലെ ഈ ജോലി നിർത്തിവെക്കാനുള്ള കാരണവും കനത്ത മഴ തന്നെയാണ്. പക്ഷേ ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് അപകട മേഖലയിൽ ആളുകൾ ഉണ്ടായിരുന്നു എന്നതാണ്. പരിക്കേൽക്കാത്ത ആളുകളെ രക്ഷിച്ചു കൊണ്ടുവരുന്നു. മാധുതിൽ ഈ മണ്ണ് കൂട്ടിയിട്ടത് മാറ്റണമെന്ന് 2 തവണ കർശന നിർദ്ദേശം നൽകിയത് വെറുതെ നിർദ്ദേശം നൽകിയല്ല. വകുപ്പ് സെക്രട്ടറി അടക്കം അവിടെ സ്ഥലം സന്ദർശിച്ച് നൽകിയ നിർദ്ദേശമാണ്. എന്നിട്ടും അത് തുടർന്നു എന്നുള്ളതാണ്. അപ്പോൾ PWD നോക്കുകുത്തിയാക്കിയാണ് ഈ കരാർ എന്നുള്ള ആരോപണമടക്കം ഉയരുന്നുണ്ട്. എല്ലാ ഉത്തരവാദിത്വം കൊങ്കൺ റെയിൽവേക്കാണ് എന്നുള്ള ആരോപണം. ഈ സമയത്ത് ആരോപണത്തിൽ കുട്ടി കരയുന്ന ദൃശ്യങ്ങളാണ്. പേടിച്ചു പോയി കാണും. കുട്ടികൾ അവിടെ പെട്ടുപോയതിൻ്റെ ആ ദുരന്തത്തിൻ്റെ ആളുകൾ കൂടുന്നു, മണ്ണിടിയുന്നു. ഈ കാഴ്ചയൊക്കെ ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. സ്ത്രീകളെ അടക്കം നാട്ടുകാരും രക്ഷാപ്രവർത്തകരും ചേർന്ന് പുറത്തേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങളാണ്. NDRF സംഘം ഉടൻ സ്ഥലത്തെത്തും. ദീപക് മോഹൻ വിവരങ്ങളുമായി ചേരുകയാണ്. ദീപക്, ഇപ്പോൾ അവിടെ നിന്ന് ആളുകളെ രക്ഷിച്ചുകൊണ്ട് വരുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇനിയും ആളുകളുണ്ടോ അവിടെ? മാധു, ഇത് ഈ മീനാക്ഷിക്ക് മുകളിലുള്ള തൊഴിലാളികളുടെ പാടികളിൽ താമസിച്ചിരുന്ന ആളുകളാണ്. അവരെ അവിടെ നിന്ന് കുടുങ്ങിക്കിടന്ന ആളുകളെ പുറത്തേക്ക് രക്ഷാപ്രവർത്തകർ എത്തിക്കുകയാണ്. നേരത്തെ അതിനകത്തുണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കമുള്ള ആളുകളെ അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മറ്റ് കുടുങ്ങിക്കിടന്നിരിക്കുന്ന തൊഴിലാളികൾ അടക്കമുള്ള പാടിയിലുണ്ടായിരുന്ന ആളുകളെയാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അവിടെ നിന്ന് രക്ഷാപ്രവർത്തകർ വടം കെട്ടി അവിടെ നിന്നാണ് ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഒപ്പം ഈ മീനാക്ഷി പാലത്തിലെ മണ്ണടക്കം മാറ്റുന്നുണ്ട്. മണ്ണ് മാറ്റി കൂടുതൽ വിശദമായൊരു പരിശോധന നടത്തുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. JCB ഉപയോഗിച്ചാണ് മണ്ണ് മാറ്റുന്നത്. ഈ എതിർഭാഗത്ത് JCB 3 എണ്ണമുണ്ട് റോഡിൻ്റെ ഒരു ഭാഗത്ത്. അതുപോലെ തന്നെ ഈ പാലത്തിൻ്റെ മറുഭാഗത്ത്, അതായത് ചൂരന്മലയിലേക്ക് പോകുന്ന വഴിയിലും നിരവധി ആളുകളൊക്കെ നിൽക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തകർ അടക്കമുള്ള ആളുകൾ ഈ മീനാക്ഷി പാടിയിലുണ്ടായിരുന്ന തൊഴിലാളി കുടുംബങ്ങളെ അടക്കമുള്ള ദീപക്, ഈ പുറത്തേക്ക് എത്തിക്കുന്ന തൊഴിലാളി കുടുംബങ്ങളുടെ പ്രതികരണം ദീപക്കിന് എടുക്കാൻ കഴിയുമോ? അതിനടുത്താണോ ഉള്ളത്? അവരെ പുറത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരെ പുറത്തേക്ക് എത്തിക്കുന്ന കാഴ്ച കൂടി നമുക്കിപ്പോൾ കാണാം.
അവർ ദീപക് നിൽക്കുന്ന ഭാഗത്തേക്കാണോ അവരെ എത്തിക്കുന്നത്? തൊഴിലാളികളൊക്കെ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് കൂടി വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവഴിയാണ് കൊണ്ടുപോകുന്നത്. ചേച്ചി എന്താ ഒരു പാടിയിലാണ് നിൽക്കുന്നത്. അവിടെ ഒന്നും പ്രശ്നമില്ല. പക്ഷെ അവരവിടുന്ന് മാറ്റിയാണ്. ഇന്നലെ ആ മണ്ണ് വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് മാറ്റിയാണ്. അതായത് പ്രദേശവാസി പറഞ്ഞതുപോലെ തന്നെ ഈ തുരങ്കപാതയുടെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതിന് തൊട്ട് മുകൾ ഭാഗത്ത് താമസിച്ചിരുന്ന തൊഴിലാളികളായിട്ടുള്ള പാടികളിൽ താമസിച്ചിരുന്നവരെയാണ് ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ ആളുകളെ അവിടെ നിന്ന് പുറത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. മഴ കൂടുതൽ കനത്തു കഴിഞ്ഞു. മഴ പെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ദുഷ്കരമാകും രക്ഷാപ്രവർത്തനം എന്നുള്ളതാണ്. ഈ മണ്ണ് എന്ന് പറയുന്നത് പശ്ചിമയുള്ള തോട്ടത്തിലേക്ക്, ഈ എസ്റ്റേറ്റിലേക്കുള്ള മണ്ണായതുകൊണ്ട് തന്നെ കൃത്യമായി മാറ്റി നീക്കുക എന്നുള്ളത് മഴ പെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ദുഷ്കരമാകും. നിലവിൽ ഇവിടെ ഇപ്പോൾ 7ഓളം JCBകൾ എത്തിച്ച ഈ റോഡിലെ മണ്ണ് മാറ്റി ഹിറ്റാച്ചിയിലേക്ക് മാറ്റി ഒരു ഭാഗത്തു നിന്ന് മാറ്റി ഇവിടെ നിന്ന് വാഹനം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാലത്തിന് മുകളിലുള്ള മണ്ണ് അടിഞ്ഞിപ്പോഴും കിടക്കുന്നുണ്ട്. ആ മണ്ണ് മാറ്റുകയാണെങ്കിൽ ആദ്യം അവിടെയുള്ള കോൺക്രീറ്റ് പാളി മാറ്റേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും മണ്ണ് മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുക. മാധു.